കുറെ ആയിട്ട് കഥ പറയാനൊന്നും നേരം കിട്ടാറില്ല. ഓഫീസ്, വീട്, കുട്ടികൾ, 100 കൂട്ടം പണികളാണ്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, പിന്നെ ഈ പണിക്ക് നിൽക്കണോ എന്ന്. പണികളും കാര്യങ്ങളും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാടോ. കുട്ടികളെ നോക്കണം, അവരുടെ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, ഓഫീസ് വർക്കുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഡെയിലി റൂട്ടീനാണോ? ഇതിനിടയിൽ നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും കാണാതെ പോകുന്നു പലരും. എന്നാൽ ഉള്ള സമയം കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കും സമയം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത്തിരി നേരം നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ എന്നെ ഞാനാക്കി മാറ്റുന്ന ആ തേജസ്സിൽ ഉണർവ് ലഭിക്കുകയുള്ളൂ. എങ്ങനെ ആ ഉണർവ് കൊടുക്കാം? അവിടെയാണ് കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിലെ ഇഷ്ടങ്ങൾ അതിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് കഥകൾ പറയാൻ ഇഷ്ടമാണ്, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്, ഞാൻ കഥകൾ പറയാൻ മാക്സിമം സമയം കണ്ടെത്തുന്നു. എല്ലാ തിരക്കുകൾക്കിടയിലും ഞാൻ എൻ്റെ ഉള്ളിലെ ജീവന് ഉണർവ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഉള്ളിൽ എന്താണോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുള്ളത്, അതിന് ഇത്തിരി നേരമെങ്കിലും പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്വയം നമ്മളിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉള്ളിൽ ആ ജീവൻ, അല്ലെങ്കിൽ ആ തേജസ് നമ്മളോട് തന്നെ പറയും, ഏത് പ്രതിസന്ധിയിലും നിന്റെ കൂടെ നിൽക്കാൻ ഞാനുണ്ട്. കാരണം നീ എനിക്ക് തരുന്ന കോൺഫിഡൻസ്, അത് അത്രമേൽ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെ കൂട്ടുകാരെ, നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളെ തന്നെയാണ്. കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധിയെയും ഈസിയായി നേരിടാം. ചെറുപ്പത്തിൽ അച്ഛൻ പുറത്തു പോയി വരുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കും, ഒരു പൊതി ബേക്കറി അല്ലെങ്കിൽ കളിപ്പാട്ടം. എന്നാൽ ഞങ്ങളുടെ അച്ഛൻ ഇതൊന്നും കൊടുന്നില്ലെങ്കിലും ഒരു പുസ്തകം ഉണ്ടായിരിക്കും കയ്യിൽ. അച്ഛൻ വായനാശീലമുള്ള വ്യക്തിയായിരുന്നു. ഞങ്ങളിൽ പകർത്താൻ എവിടെ പോയാലും ബുക്ക് കൊണ്ടുവരുമായിരുന്നു. ഒരു ഗുണം ലഭിച്ചു എന്നത്, നല്ലതേത് ചീത്തതേത് എന്ന നല്ലൊരു തിരിച്ചറിവ് അതുവഴി ലഭിച്ചു. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയെങ്കിലും അച്ഛൻ കൊണ്ടുവന്നു തന്ന പുസ്തകങ്ങൾക്ക് ജീവനുണ്ടെന്നും ഇന്നും തിരിച്ചറിയുന്നു. ഓരോ പ്രതിസന്ധികളെയും നേരിടാൻ കിട്ടുന്ന ആ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ്, അത് ഈസി ആയ ഒന്നല്ല. Bring confidence within yourself. Let everyone find the wishes within their hearts. I will come with another story. Until then, bye.